ആ കുട്ടികൾക്ക് പിന്നെ താമസിച്ച് പഠിക്കാനുള്ള നല്ല സാഹചര്യമുണ്ടായിരുന്ന ഒരു നല്ല ബിൽഡിംഗ് ആയിരുന്നു. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ ബിൽഡിങ് അന്ന് UDF സർക്കാർ നടപ്പിലാക്കിയത്. ഗവൺമെൻറ് മാറി വന്നപ്പോൾ ഗവൺമെൻറ് അതിന് തിരിഞ്ഞു നോക്കിയില്ലാതെ മാത്രമല്ല അതിൻ്റെ പേയ്മെൻറ്റ് പോലും യഥാസമയം കൊടുക്കാതെ ആ കെട്ടിടം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണിപ്പോൾ കാണുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റും 50% വീതം ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന വളരെ ദീർഘവീക്ഷണത്തുള്ള കെട്ടിടമായിരുന്നു ആ കെട്ടിടം. പക്ഷേ ഗവൺമെൻറ് അതിന് വേണ്ടത്ര ഒരു താല്പര്യമെടുക്കാതെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ആ കെട്ടിടം ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു MRS സ്കൂൾ എന്ന് പറയുന്നത്, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും മാനന്തവാടി നിയോജക മണ്ഡലത്തിലൊരു സ്കൂളാണ്. അതിനിപ്പോൾ ആറളത്തേക്ക് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും മന്ത്രിയുടെ പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം മറ്റൊരു ജില്ലയിലേക്ക് പിന്നെ അവരെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൽ നിൽക്കേണ്ട ഒരു സ്ഥാപനത്തെ അങ്ങനെ മാറ്റിയത് വളരെ മോശമായിപ്പോയി. ഇത് മാത്രമല്ല, ഇപ്പം മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വയ്ക്കാൻ നമുക്കറിയാം. ഇതിനു മുമ്പ് പിന്നെ DMO ഓഫീസ് ഇതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റുള്ള കാലത്ത് നമ്മൾ ഇവിടെ തന്നെ മാനന്തവാടി തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ആ ഓഫീസ് അടക്കം മാറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് പോയത് നമ്മളത് മറന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് ആറളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ മണ്ഡലം എന്ന നിലയിൽ ആ സ്ഥാപനം അവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത്, പ്രത്യേകിച്ചും ആ ബിൽഡിങ് മക്കിമലിലെ ആ മനോഹരമായ ബിൽഡിങ് അത് പിന്നെ എന്താ പറയുക, പിന്നെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് അവിടെ തന്നെ കുട്ടികളെ താമസിച്ച് പഠിപ്പിക്കാനൊരു സൗകര്യം ഉണ്ടാക്കുന്നതിന് പകരം അവർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് പിന്നെ ആറളത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇത് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതിനെ സംബന്ധിച്ച് അറിയില്ല. പ്രത്യേകിച്ചും വയനാട്ടിലെ പ്രത്യേകിച്ചും പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും അത് വലിയൊരു സ്വപ്നമായിരുന്നു മക്കിമലയിലെ ആ സ്കൂള്. അതിപ്പോൾ പാതി വഴിയിൽ ഇട്ട് അത് കാട് മൂടിക്കിടക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്.